എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ 3 ഫേസ് സർക്യൂട്ടുകളിൽ ഇലക്ട്രിക്കൽ പാരാമീറ്ററുകൾ എങ്ങനെ അളക്കാമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നു. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. 3 ഫേസ് സർക്യൂട്ടുകളിൽ അളക്കുന്ന ഉപകരണങ്ങൾ ബന്ധിപ്പിക്കുക. 3 ഫേസ് സർക്യൂട്ടുകളിലെ വോൾട്ടേജ്, കറന്റ്, പവർ ഫാക്ടർ എന്നിവ അളക്കുക. നമുക്ക് പ്രായോഗികമായി ആരംഭിക്കാം. 3 ഫേസ് സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്കിലെ ഊർജ്ജത്തിന്റെ അളവ്. ഈ പ്രായോഗികതയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളും ഉപഭോഗ വസ്തുക്കളും നമുക്ക് ശേഖരിക്കാം. 3 ഫേസ് എനർജി മീറ്റർ 415 വോൾട്ട് 20 ആംപിയർ. മൂവിംഗ് അയൺ അമ്മീറ്റർ 10 ആംപിയർ. മൂവിംഗ് അയൺ വോൾട്ട്മീറ്റർ 0 മുതൽ 300 വോൾട്ട് വരെ. മൂവിംഗ് അയൺ വോൾട്ട്മീറ്റർ 0 മുതൽ 600 വോൾട്ട് വരെ നീക്കുന്നു. വാട്ട് മീറ്റർ 500 വോൾട്ട് 10 ആംപ്സ്. പവർ ഫാക്ടർ മീറ്റർ 415 വോൾട്ട് 20 ആംപ്സ്. ലാംപ്സ് 100 വാട്ട്സ് 200 വാട്ട്സ്. 4 പോൾ MCB 10 ആംപ്സ് അല്ലെങ്കിൽ TCIP സ്വിച്ച്. ഇൻസുലേറ്റഡ് ചെമ്പ് വയർ 2.5 ചതുരശ്ര മില്ലിമീറ്റർ. സ്റ്റോപ്പ് വാച്ച്. ഓരോ ഫേസിലും 100 വാട്ട് വിളക്കുകൾ ഉപയോഗിച്ച് ഒരു സ്റ്റാർ കണക്ഷൻ ഉണ്ടാക്കുക. 3 ഫേസ് സർക്യൂട്ടിൽ യഥാക്രമം R, Y, B. ഫേസുകൾ തിരിച്ചറിയാൻ എപ്പോഴും ചുവപ്പ്, മഞ്ഞ, നീല എന്നീ 3 നിറങ്ങൾ ഉപയോഗിക്കുക. R ഫേസിൽ ഒരു അമ്മീറ്റർ സീരീസ് ബന്ധിപ്പിക്കുക. നിങ്ങൾക്ക് ഏത് ഘട്ടത്തിലും കണക്ട് ചെയ്യാം. ഫേസ് വോൾട്ടേജ് അളക്കാൻ R ഫേസിലും ന്യൂട്രലിനും സമാന്തരമായി 0 മുതൽ 300 വോൾട്ട് വരെയുള്ള ഒരു വോൾട്ട് മീറ്റർ ബന്ധിപ്പിക്കുക. ഏത് ഘട്ടം Y, ന്യൂട്രൽ അല്ലെങ്കിൽ B ന്യൂട്രൽ എന്നിവയ്ക്കിടയിൽ നിങ്ങൾക്ക് വോൾട്ട് മീറ്റർ ബന്ധിപ്പിക്കാൻ കഴിയും. ലൈൻ വോൾട്ടേജ് അളക്കാൻ R, Y ഫേസുകൾക്ക് സമാന്തരമായി 0 മുതൽ 500 വോൾട്ട് വരെയുള്ള ഒരു വോൾട്ട് മീറ്റർ ബന്ധിപ്പിക്കുക. നിങ്ങൾക്ക് Y, B അല്ലെങ്കിൽ B, R എന്നിവയ്ക്കിടയിൽ വോൾട്ട് മീറ്റർ ബന്ധിപ്പിക്കാൻ കഴിയും. വാട്ട് മീറ്റർ R ഫേസിലെ നിലവിലെ കോയിൽ R, Y എന്നിവയ്ക്കിടയിലുള്ള പ്രഷർ കോയിൽ എന്നിവ ബന്ധിപ്പിക്കുക. 3 ഫേസുകളിലെയും ലോഡ് തുല്യമായതിനാൽ നിങ്ങൾക്ക് ഒരൊറ്റ വാട്ട് മീറ്റർ ബന്ധിപ്പിക്കാൻ കഴിയും വരെ റീഡിംഗ് 3 കൊണ്ട് ഗുണിക്കാം. ശ്രദ്ധിക്കുക, അസന്തുലിതാവസ്ഥയിൽ വൈദ്യുതി അളക്കാൻ 2 വാട്ട് മീറ്റർ രീതി ഉപയോഗിക്കുക. അസന്തുലിതാവസ്ഥയിൽ വൈദ്യുതി അളക്കാൻ 2 വാട്ട് മീറ്റർ രീതി ഉപയോഗിക്കുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നതുപോലെ 3 ഫേസ് പവർ ഫാക്ടർ മീറ്റർ ബന്ധിപ്പിക്കുക. പവർ ഫാക്ടർ മീറ്ററിന് 2 വോൾട്ടേജ് കോയിലുകൾ ഉള്ളതിനാൽ R ഘട്ടത്തിലെ പവർ ഫാക്ടർ മീറ്ററിന്റെ കറണ്ട് കോയിലും Y, B ഫേസുകളിലെ പ്രഷർ കോയിലുകളും ബന്ധിപ്പിക്കുക. നിങ്ങൾക്ക് നിലവിലെ കോയിലിൽ ഏത് ഫേസിലേക്കും 2 പ്രഷർ കോയിലുകളെ യഥാക്രമം 2 ഫേസുകളിലേക്കും ബന്ധിപ്പിക്കാൻ കഴിയും. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ 3 ഫേസ് എനർജി മീറ്റർ ബന്ധിപ്പിക്കുക. സ്റ്റാർ കണക്ഷന്റെ പൊതു പോയിന്റിലേക്ക് ന്യൂട്രൽ ടെർമിനലുകൾ ബന്ധിപ്പിക്കുക. 4 പോൾ MCB വഴി സർക്യൂട്ട് ഒരു 3 ഫേസ് സർക്യൂട്ടിലേക്ക് ബന്ധിപ്പിക്കുക. വൈദ്യുതി വിതരണം ഓണാക്കുക. ടാബുലേഷനിൽ അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റർ, പവർ ഫാക്ടർ മീറ്റർ റീഡിംഗുകൾ എന്നിവ രേഖപ്പെടുത്തുക. ഒരു സ്റ്റോപ്പ് വാച്ച് എടുക്കുക. എനർജി മീറ്ററിന്റെ ഡിസ്കിൽ ചുവന്ന അടയാളം ഒരു റഫറൻസായി സൂക്ഷിക്കുന്നതിലൂടെ സ്റ്റോപ്പ് വാച്ച് ഓണാക്കുക. 10 കറക്കങ്ങൾക്കുള്ള സമയം രേഖപ്പെടുത്തുക. ടാബുലേഷനിൽ നിന്ന് അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ വാട്ട് മീറ്ററിൽ നിന്നുള്ള പവറിനെ സ്റ്റോപ്പ് വാച്ചിൽ നിന്നുള്ള സമയം കൊണ്ട് ഗുണിച്ച് ഊർജം കണക്കാക്കുക. എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. ഇ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ടി. ഊർജ മീറ്റർ സ്ഥിരാങ്കത്തിൽ നിന്ന് ഊർജം കണക്കാക്കുകയും അളന്ന മൂല്യവുമായി താരതമ്യം ചെയ്യുകയും ചെയ്യുക. ഉദാഹരണം, ഊർജ മീറ്റർ സ്ഥിരാങ്കം ഒരു കിലോവാട്ട് മണിക്കൂറിൽ 750 കറക്കങ്ങളാണെങ്കിൽ 1 യൂണിറ്റ് അല്ലെങ്കിൽ 1 കിലോവാട്ട് മണിക്കൂർ ഊർജ ഉപഭോഗത്തിന് ഊർജ മീറ്റർ 750 കറക്കങ്ങൾ ഉണ്ടാക്കും എന്നാണ്. എനർജി മീറ്റർ ഡിസ്ക് 10 മിനിറ്റിനുള്ളിൽ 100 റവല്യൂഷൻ കറങ്ങുകയാണെങ്കിൽ 1 മണിക്കൂർ ഡിസ്ക് 600 തവണ കറങ്ങുന്നു. ഈ മാനദണ്ഡത്തിനുള്ള ഊർജം കണ്ടെത്താൻ ഫോർമുലയിലെ കറക്കവും മീറ്റർ സ്ഥിരാങ്കങ്ങളും ചേർക്കുക. എനർജി ഈസ് ഈക്വൽ ടു റവല്യൂഷൻസ് പെർ മീറ്റർ കോൺസ്റ്റന്റ്. ഊർജം ഈസ് ഈക്വൽ ടു 600 ബൈ 750 ഈസ് ഈക്വൽ ടു 0.8 കിലോ വാട്ട് അവേഴ്സ് അല്ലെങ്കിൽ 800 വാട്ട് അവേഴ്സ്. അതിനാൽ ലോഡ് ഉപയോഗിച്ചുള്ള ഊർജം 800 വാട്ട് മണിക്കൂറാണ്.
ഈ എനർജി മൂല്യം അളന്ന മൂല്യമായി താരതമ്യപ്പെടുത്തി അവ ഒന്ന് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നു. എല്ലാ വിളക്കുകളും 200 വാട്ട് ഉപയോഗിച്ച് മാറ്റി അതേ നടപടിക്രമം പിന്തുടർന്ന് പാരാമീറ്ററുകൾ അളക്കുക. 3 ഫേസ് ഡെൽറ്റ കണക്റ്റഡ് നെറ്റ്വർക്കിലെ ഊർജ്ജത്തിന്റെ അളവ്. ഓരോ ഫേസിനും ഇടയിൽ 100 വാട്ട്. 200 വോൾട്ട് വിളക്കുകൾ ഉപയോഗിച്ച് ഒരു ഡെൽറ്റ കണക്ഷൻ സർക്യൂട്ട് ഉണ്ടാക്കുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഒരു അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റർ, പവർ ഫാക്ടർ മീറ്റർ, എനർജി മീറ്റർ എന്നിവ ബന്ധിപ്പിക്കുക. ഒരു MCB അല്ലെങ്കിൽ TPST സ്വിച്ച് വഴി 3 ഫേസ് AC പവർ സപ്ലൈ, മീറ്ററുകളുടെ റീഡിംഗുകൾ രേഖപ്പെടുത്തുകയും അവ ടാബുലേഷനിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഒരു സ്റ്റോപ്പ് വാച്ചിന്റെ സഹായത്തോടെ 10 കറക്കങ്ങൾക്കായി ഊർജ്ജ മീറ്റർ ഡിസ്കിന്റെ സമയം അളക്കുക. ഊർജ്ജ മീറ്റർ ഡിസ്കിന്റെ സമയം അളക്കുക. ഫോർമുലയിലെ വാട്ട് മീറ്ററിൽ നിന്ന് അളക്കുന്ന പവറും സ്റ്റോപ്പ് വാച്ചിൽ നിന്ന് അളക്കുന്ന സമയവും മാറ്റി പകരം വയ്ക്കുന്നതിലൂടെ ഊർജ്ജം കണക്കാക്കുക. ഊർജ്ജം ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു സമയം. E ഈസ് ഈക്വൽ ടു P ഇൻറ്റു T. ഫോർമുല ഉപയോഗിച്ച് പവർ കണക്കാക്കാം. ഈ വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങൾക്ക് 3 ഫേസ് സർക്യൂട്ടുകളിൽ ഇലക്ട്രിക്കൽ പാരാമീറ്ററുകൾ അളക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടതിന് നന്ദി. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.